പുതുവത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് ഡൽഹി പോലീസിന്റെ ഓപ്പറേഷൻ ആഘാത് 3.0. വെറും 24 മണിക്കൂറിനുള്ളിൽ 660-ലധികം ക്രിമിനലുകളെയാണ് പോലീസ് അഴിക്കുള്ളിലാക്കിയത്. ആഘോഷങ്ങൾക്കിടയിൽ നഗരത്തിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണിത്. സൗത്ത് ഡൽഹി, സൗത്ത് ഈസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലായി നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ആയുധ ശേഖരവും ലഹരി മരുന്നുമാണ് പിടിച്ചെടുത്തത്. ആയുധ നിയമം, എക്സൈസ് നിയമം, NDPS നിയമം എന്നിവ പ്രകാരം 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 285 അറസ്റ്റുകൾ സൗത്ത് ഈസ്റ്റ് ജില്ലയിൽ മാത്രമാണ് നടന്നത്. പരിശോധനയിൽ 24 നാടൻ പിസ്റ്റളുകൾ, 44 കത്തികൾ, 10 കിലോ കഞ്ചാവ്, 22,500 കുപ്പി മദ്യം എന്നിവ പോലീസ് കണ്ടെടുത്തു. കൂടാതെ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ 350 പേരെയും പോലീസ് പിടികൂടി. വാഹന മോഷണ സംഘങ്ങളെയും ചൂതാട്ടക്കാരെയും ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിൽ 231 ഇരുചക്ര വാഹനങ്ങളും 2 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച ഓപ്പറേഷൻ ആഘാത് എന്ന പദ്ധതിയുടെ 3ാം ഘട്ടമാണ്. മുൻ വർഷങ്ങളിൽ ആഘോഷവേളകളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളും കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്ത് കുറ്റവാളികളെ മുൻകൂട്ടി വലയിലാക്കുക എന്ന തന്ത്രമാണ് പോലീസ് ഇത്തവണ സ്വീകരിച്ചത്. ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ SK ജെയിനിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കത്തിൽ 2800ഓളം പേരെയാണ് ചോദ്യം ചെയ്തത്. വിദേശികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ പുതുവത്സരം ആഘോഷിക്കാനെത്തുന്ന നഗരമാണ് ഡൽഹി. ജനക്കൂട്ടത്തെ മുതലെടുത്ത് മോഷണങ്ങളും മയക്കുമരുന്ന് കച്ചവടവും വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്രയും കർശനമായ നടപടിയിലേക്ക് അധികൃതർ നീങ്ങിയത്. റെയ്ഡിനിടെ കണ്ടെടുത്ത 350ഓളം മൊബൈൽ ഫോണുകൾ ഉടമകൾക്ക് തിരികെ നൽകാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. തെരുവ് കുറ്റകൃത്യങ്ങൾക്കും സംഘടിത ക്രിമിനലുകളോട് ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കില്ല എന്നാണ് നീക്കത്തെക്കുറിച്ച് ഡൽഹി പോലീസ് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചന. സമാധാനപരമായും സുരക്ഷിതമായും പുതുവത്സരം ആഘോഷിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ഡൽഹിയിൽ പോലീസിന്റെ സുരക്ഷാ വലയം ഇനി കൂടുതൽ ശക്തമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.